മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാളും മെത്രാഭിഷേക ശതാബ്ദിയും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാളും മെത്രാഭിഷേക ശതാബ്ദിയും 2025 ജൂലൈ 15 ആഘോഷിക്കുന്നു. ഓർമ്മ പെരുന്നാളിന് ഒരുക്കമായി ജൂലൈ 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളും തുടർന്ന് സന്ധ്യാ നമസ്കാരവും വിശുദ്ധ കുർബാനയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെടുന്നു. ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് ജൂലൈ 10 റാന്നി പെരുന്നാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടന പദയാത്ര ജൂലൈ 14 വൈകിട്ട് 5:15 ഖബർ ചാപ്പലിൽ എത്തിച്ചേരുകയും പദയാത്രികർക്ക് സ്വീകരണം നൽകുകയും ചെയ്യും. തുടർന്ന് മെഴുകുതിരി പ്രദക്ഷിണവും ശ്ലൈഹിക ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ്. ജൂലൈ 15 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിൽ തിരുസിംഹാസനത്തിന്റെ അന്തർദേശീയ കാര്യാലയത്തിന്റെ മുഖ്യ കാര്യദർശി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനി മുഖ്യാതിഥിയായിരിക്കും. ജൂലൈ 1 മുതൽ 15 വരെ മലങ്കര കാത്തലിക് TV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഓർമ്മ പെരുന്നാൾ. തിരുവല്ലാധിപതിരാസനത്തിന്റെ പ്രഥമാധ്യക്ഷനായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ 69ാം ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് MCYM തിരുവല്ലാധിപതിരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഛായാചിത്ര പ്രയാണം മാർച്ച് 22 പിതാവിന്റെ ജന്മഗൃഹമായ ഒളശയിൽ നിന്ന് വാകത്താനം സെന്റ് തോമസ് ദേവാലയത്തിലെത്തുകയും തുടർന്ന് തിരുവല്ലാധിപതിരാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആരംഭിച്ച പദയാത്രയ്ക്ക് തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ അഭിവന്യ തോമസ് മാർ കോർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് സ്വീകരണം നൽകുകയും ചെയ്തു. അതിഭദ്രാസനത്തിലെ 1000-ൽ പരം വിശ്വാസികൾ പദയാത്രയിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് MCYMന്റെ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ വിജിൻ കുരിശുമൂട്ടിൽ, അതിഭദ്രാസന മുഖ്യ വികാർ ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, MCYM ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 27 തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പായുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാനയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. യാത്രയയപ്പ് നൽകി. തിരുവനന്തപുരം മേജറാധിപതിരാസനത്തിന്റെ സഹായമെത്രാനായിരുന്ന അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്തായ്ക്ക് ജൂൺ 25 തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലെ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ച് യാത്രയയപ്പ് നൽകി. സമ്മേളനത്തിൽ വികാരി ജനറൽ ഫാദർ ഡോക്ടർ വർക്കിയാറ്റുപുറത്ത് കോറെപ്പിസ്കോപ്പ സ്വാഗതം ആശംസിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജറാധിപതിരാസനത്തിന്റെ അധ്യക്ഷനുമായ മൊറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ അധ്യക്ഷനായിരുന്ന സമ്മേളനം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മറുപടി പ്രസംഗത്തിൽ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്ത തിരുവനന്തപുരം മേജറാധിപതിരാസനത്തിൽ തനിക്ക് ലഭിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും ആഴമായ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ സഭാ മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, വൈദികർ, സന്യസ്തർ, അൽമായ പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. 26 രാവിലെ അത്യഭിവന്യ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ മാവേലിക്കരയ്ക്ക് യാത്രയക്കുകയും ഉച്ചകഴിഞ്ഞ് മാവേലിക്കര അമലഗിരി ബിഷപ്സ് ഹൗസിൽ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തായുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. നിയുക്ത മെത്രാൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്തായുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ ജൂൺ 29 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മാവേലിക്കര പുന്നമൂട് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നു. സ്വീകരണം നൽകി. യാക്കോബായ സഭയുടെ തലവനായ അഭിവന്യ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവായ്ക്ക് തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ വെച്ച് ജൂൺ 22 തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രതിസന്ധികളുടെ നടുവിൽ യാക്കോബായ സുറിയാനി സഭയെ ഏറ്റവും കരുതിയ സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന് അഭിവന്യ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ പറഞ്ഞു. കൂദാശ ചെയ്തു. തിരുവനന്തപുരം മേജറാധിപതിരാസനത്തിലെ പുനലൂർ വൈദിക ജില്ലയിലെ നവീകരിച്ച ഒറ്റയ്ക്കൽ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ കൂദാശ ജൂൺ 27
മോർ ആൻഡ് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് ഇടവകകാരി ഫാദർ പോൾ വിളയിൽ നേതൃത്വം നൽകി. പ്രകാശനം ചെയ്തു. മോൺസിനോ ഡോക്ടർ ജോൺസൺ കൈമലയിൽ കോറെപ്പിസ്കോപ്പ രചിച്ച ദാവീദിന്റെ കിന്നരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂൺ 25-ന് തിരുവനന്തപുരം പട്ടം തിരുസന്നിധിയിൽ വെച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പ്രകാശനം ചെയ്യുകയും ആദ്യ പതിപ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഏറ്റുവാങ്ങുകയും ചെയ്തു. അഭിമന്യ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, രാഷ്ട്രീയ നേതാക്കൾ, ആത്മായ പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു. ടാനിയോ 2025 MCYM സഭാതല സമിതിയുടെ നേതൃത്വത്തിൽ സഭയിലെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട യോജനകൾക്ക് വേണ്ടി ടാനിയോ 2025 എന്ന പേരിൽ റിസോഴ്സ് ടീം ട്രെയിനിങ് ജൂൺ 21-ന് തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. സഭാതല പ്രസിഡന്റ് ശ്രീ മോനു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ വിളയിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഹൗ ടു ബിക്കം എ ലീഡർ എന്ന വിഷയത്തിൽ ഫാദർ ജോൺ കടുവെങ്കിലും, പബ്ലിക് സ്പീക്കിംഗ് എന്ന വിഷയത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ ജോൺ കിഴക്കേതിലും, MCYM-ന്റെ ഈ വർഷത്തെ പഠന വിഷയമായ യുവജനങ്ങളെ വചനത്തിൽ വസിക്കുക എന്ന വിഷയത്തിൽ MCYM സഭാതല ഡയറക്ടർ ഫാദർ ഡോക്ടർ പ്രവീഷ് ജോർജും ക്ലാസ് നയിച്ചു. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 53 പ്രതിനിധികൾ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആദരിച്ചു. MCA തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ തിരുവനന്തപുരം വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടവകളിൽ നിന്നുള്ള മുതിർന്നവരായ മുൻ ആത്മായ പ്രവർത്തകരെ ജൂൺ 22-ന് പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് കോരിയാമെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ആദരിച്ചു. ജൂൺ 22-ന് പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് കോരിയാമെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ആദരിച്ചു. മുൻകാലങ്ങളിൽ സഭയെ മുൻപോട്ട് നയിക്കുന്നതിൽ വൈദികരോടും സന്യസ്തരോടും ഒപ്പം പ്രവർത്തിച്ച ആത്മായ സഹോദരങ്ങളെ ആദരിക്കുവാൻ തീരുമാനിച്ച ജില്ലാ നേതൃത്വത്തെ അഭിമന്യ പിതാവ് അഭിനന്ദിച്ചു. ക്രമീകരണങ്ങൾക്ക് ജില്ലാ വികാരി ഫാദർ ജോൺ വിളയിൽ, ആത്മീയ ഉപദേഷ്ടാവ് ഫാദർ ജോൺസൺ പുതുവേലിൽ, ജില്ലാ പ്രസിഡന്റ് ശ്രീ സാം ജോസഫ്, ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് ഈപ്പൻ, ട്രഷറർ ശ്രീ സാം കുരുവിള എന്നിവർ നേതൃത്വം നൽകി. ജെം ഗേൾസ് എംപവർമെന്റ് മീറ്റ് നടത്തപ്പെട്ടു. MCYM തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ പുനലൂർ വൈദിക ജില്ലയുടെ 2025 വർഷത്തിലെ വനിതാ സംഗമം ജൂൺ 22-ന് തിരുവഴി സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പുനലൂർ വൈദിക ജില്ലാ ആനിമേറ്റർ സിസ്റ്റർ ജസീന്ത പതാക ഉയർത്തി. വൈദിക ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൻ മറിയം റജി സ്വാഗതം ആശംസിച്ചു. വൈദിക ജില്ലാ ഡയറക്ടർ ഫാദർ സിറിൽ മാവിനഴികത്ത് അധ്യക്ഷത വഹിച്ച യോഗം മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ വർഗീസ് കിഴക്കേക്കര ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി രഞ്ജിത രാജു എംപവറിംഗ് വുമൺ ത്രൂ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. തുടർന്ന് മുൻ പുനലൂർ വൈദിക ജില്ലാ പ്രസിഡന്റും മേജർ ഭദ്രാസന ട്രഷററുമായ ശ്രീ അഗസ്റ്റിൻ തിരുവഴി വനിതകൾക്കായി സ്വയരക്ഷ പരിശീലനം നൽകുകയും ചെയ്തു. നിര്യാതയായി. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം പത്തനംതിട്ട പ്രൊവിൻസിലെ സിസ്റ്റർ സന്തുഷ്ട SIC ജൂൺ 25-ന് നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജൂൺ 27-ന് പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറീനിയസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ മടംവക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പ്രൊവിൻസിലെ സിസ്റ്റർ ഫെലിസിറ്റ SIC ജൂൺ 26-ന് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.